close and intertwine when it comes to you. Don't be blind, watch me speak from my heart when it comes to you, comes to you. എന്തെന്താ നീ ഇങ്ങനെ തളർന്നിരിക്കണേ? എന്താ നിനക്ക് വയ്യേ? എന്താ ഇങ്ങനെ മൂഡ് ഓഫ്? എന്താ ഞാൻ രാവിലെ എനിക്ക് പറഞ്ഞതിൻ്റെ കാരണം കൊണ്ടാണോ നീ ഇങ്ങനെ മൂഡ് ഓഫ് ഇരിക്കണേ? അതൊക്കെ വീണ്ടും ചിന്തിക്കണം. ചെറിയ കാര്യങ്ങളല്ലേ. 8:30ക്കാണ് എല്ലാവരും, നീ മാത്രം ഇങ്ങനെ. ശരി ശരി, നീ ഇതിനെ കുറിച്ചൊന്നും പറയണ്ട. എല്ലാവരും അങ്ങനെ എങ്ങനെ ടൈം ഇങ്ങനെ എനിക്കുന്നു അങ്ങനെ എനിക്കുന്നു ഒന്നും പറയണ്ട. നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് എനിക്കൊന്നും കേൾക്കണ്ട. പറ, എന്തെങ്കിലും മൂഡ് ഓഫ് ആയിരിക്കണേ? എന്നെ നോക്ക്, ഭയങ്കര ഹാപ്പി ആയിട്ടും എനർജി ആയിട്ടും ഇരിക്കണേ. നീ മാത്രം ഇങ്ങനെ. അത് പിന്നെ കീർത്തന, നമ്മുടെ സഞ്ജു ഇല്ലേ, എനിക്ക് സഞ്ജുവിനൊന്ന് കാണാൻ എന്നുണ്ട്. ഞാൻ എന്തൊക്കെ ചിന്തിക്കണേ? ഒന്നില്ലടി, ഒന്നില്ല. എടാ, ഞാൻ നിന്നോട് പറയുന്നത് നിനക്ക് സംസാരിക്കാം അവനോട്. പക്ഷെ സഞ്ജുവിനെ എവിടെങ്കിലും കാണുമ്പോൾ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. വീട്ടിൽ പോയി സംസാരിക്കേ, അതൊന്നും വേണ്ട. നമ്മളെ പുറത്താക്കവര്, നിനക്കറിയുന്നതല്ലേ. അതുകൊണ്ട് എവിടെയെങ്കിലും കാണുമ്പോൾ നമുക്ക് സംസാരിക്കാടാ. എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറയുവൻ. എനിക്കറിയാം, അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ. ശരി കീർത്തന, നീ പറഞ്ഞ മാതിരി തന്നെ ഞാൻ ചെയ്തോളാം. എനിക്ക് ആഗ്രഹമുണ്ട് അവന് എല്ലാ കാര്യങ്ങളും അറിയണമെന്ന്. നമ്മളാണ് തെറ്റ് ചെയ്തേ അതോ? ഒന്നില്ല, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓർത്താലേ ഇമോഷണലായി. ആഗ്രഹമൊക്കെ ഉണ്ടടി അവൻ എല്ലാ കാര്യങ്ങളും അറിയണമെന്ന്, അല്ലേ? എനിക്ക് ആഗ്രഹമില്ലേ? ഇതൊക്കെ ആലോചിച്ചിരുന്ന് ഞാൻ വെറുതെ കരയണ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ അരച്ചന്, അത് കഴിഞ്ഞിട്ട് വാ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഹലോ ചേച്ചി, സോറി ചേച്ചി, എനിക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല. സോറി, ജോലി കഴിഞ്ഞിട്ടൊക്കെ വിളിക്കാൻ വിചാരിച്ചതാ, പക്ഷെ കഴിഞ്ഞില്ല ചേച്ചി. ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് വിളിച്ചത്. സോറി ചേച്ചി, സോറി. തിരക്കായിരുന്നു, കുറെ ഫയൽസ് ഇതാക്കാണ്ടായിരുന്നു, അതായിരുന്നു. സോറി. ശരി ശരി. പിന്നെ എന്റെ ബോസ് 8ന്റെ പണി തരണ്ട്, നിനക്ക് ലോഡ് ഫയൽസ് തരണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ ബോസിനൊന്ന് ഞാൻ കാണട്ടെ. ആള് പാവാണോ അതുപോലെ കുറുക്കനാണോ നോക്കട്ടെ ഞാൻ. ചേച്ചിയെ, അയാളെ കുറുക്കനല്ല, കടുവ. ഞാൻ പറഞ്ഞത് ചേച്ചി, അവിടെ എന്തൊക്കെ നടന്നേന്ന്. ഇതൊക്കെയാണ് ചേച്ചി ഇവിടെ നടന്നത്. എൻ്റെ പൊന്നോ, ദേക്കെന്തോ പറ്റിയ മാതിരിയാ. നീ എന്തിനാ ആ സാറിന് ചീത്ത പറഞ്ഞിട്ട് ഒറ്റോട്ടം സാറിൻ്റെ ഓഫീസിലേക്ക്? എനിക്കറിയില്ല എന്താ അവിടെ നടക്കണേന്ന്. വേറെന്തോ രോഗം വന്ന മാതിരിയാ. വൃത്തിയായിട്ടാ എന്തു. കാണാനൊക്കെ കൊള്ളാം, പക്ഷേ സ്വഭാവം നന്നാവണം. ഒരു വൃത്തിയായിട്ട സ്വഭാവ. സർവ്വസാധാരണം, അല്ലാണ്ട് ഞാൻ എന്താ പറയണ്ടടി? എന്റെ അടുത്ത് ബോസ് ആലോചിക്കണേ ഇതിനെക്കാട്ട് ഇരട്ടിയാണ്. അല്ലാണ്ട് ഞാൻ എന്താ പറയണ്ടേ? ഞാൻ പോയിട്ട് ഡൽഹിയിൽ പോണം, വേറെ വിധിയില്ലല്ലോ. ഡൽഹിയിലുണ്ടാവണ സാറ്, ഈശ്വരാ, ബോസ് നന്നായി മതിയായിരുന്നു. നല്ല സ്നേഹമുള്ളൊരു ബോസ്, അതാണ് ഞാൻ ആഗ്രഹിക്കണേ. പക്ഷേ ഞാൻ പറയണ മറച്ചേക്ക് നടക്കുക, അല്ലാണ്ട് വേറെ ഒന്നും നടക്കൂലെന്ന് എനിക്ക് ഉറപ്പാ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? എന്നാ ശരിയടി, ഞാൻ കട്ടേട്ടെ. കുറെ നേരമായില്ലേ നമ്മൾ സംസാരിക്കണേ. കഥ പറഞ്ഞ് നേരം പോയത് അറിഞ്ഞില്ല. എന്നാ ശരിയടി. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ എല്ലാവരോടും അന്വേഷണം പറഞ്ഞോട്ടോ, പ്രത്യേകിച്ച് ചേട്ടനോട്. ആള് US എന്നൊക്കെ വന്നില്ലേ? ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം. പിന്നെ അവൻ വന്നിട്ടൊക്കെ ഉണ്ട് US ന്ന്. ഭയങ്കര സന്തോഷത്തോടെ ട്രീറ്റൊക്കെ കൊണ്ടുവന്നുണ്ട്.
കൊളായിട്ടേ. ആ ചേച്ചി കോള് കട്ട് ചെയ്തോ. ഈ സഞ്ജു സാറിൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കണേ എനിക്ക് പിടി കിട്ടുന്നില്ലല്ലോ. അതേക്കറിയാൻ തോന്നണ്. ഓ നാളെ പോകണ്ട ഇനി. ഈശ്വരാ, അതിന് അവിടെ പോയിട്ട് എന്ത് തെറി കിട്ടാനാവും ഞാൻ പോണ. ഈശ്വര, അല്ലെങ്കിൽ തന്നെ സഹിക്കില്ല എത്ര ദിവസം. ഇനി അടുത്ത ദിവസം എനിക്ക് വയ്യ പോവാൻ. ഈശ്വര, ഇനി എന്താണാവോ നടക്കാൻ പോണെ. ഓ വന്ന നാളത്തെ മാതിരി ഫയൽസ് ഒന്നും തെറ്റിക്കരുത് തായോ. നോക്കട്ടെ ഞാൻ വല്ല തെറ്റുണ്ടോന്ന്. ഇവള് എല്ലാതും കറക്റ്റാണല്ലോ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ് നന്ദന, നീ ഒന്നും തെറ്റിച്ചിട്ടില്ല. വെരി ഗുഡ് നന്ദന, വെരി ഗുഡ്. യു ഡിഡ് എ നൈസ് ജോബ്. എന്താ സാറ് പറഞ്ഞേ? അല്ല, അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നതൊക്കെ ശരിയാണല്ലേ? ഓ, ഈ മോരട്ടൻ ഒന്ന് ചിരിച്ചില്ല. ഈശ്വര, സന്തോഷം. അല്ല സാർ, എന്നാ ഞാൻ പോട്ടെ. മോരട്ടൻ. ശരി, നിനക്ക് പോവാം. പിന്നെ ആ ചിരി പുറത്ത് മാത്രമേ കാണുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. അകത്ത് ഞാൻ കേട്ടു നീ എന്തൊരു വിളിച്ചെന്ന്. മോരട്ടൻ അല്ലേ? നീ മറന്ന? എനിക്ക് ചെവിയൊക്കെ ഉണ്ട്. എല്ലാ മനുഷ്യന്മാരുടെ മാതിരി എനിക്ക് ചെവിയുണ്ട്. അത് നീ മറക്കണ്ട. ഇനി നീ പൊക്കോ. അവളുടെ വിചാരണ ഞാനൊന്നും കേൾക്കുന്നില്ലെന്ന്. ഇവള് വലിയ സന്തോഷത്തിലൊക്കെയാണല്ലോ വരുന്നത്. എടി നന്ദന, എന്തടി സക്സസ് ആയ? ആ ഫയൽസൊക്കെ കറക്റ്റായില്ലേ? അല്ല, നിന്റെ മോരേട്ടനില്ലേ ആ സാറ്? ആ മോരേട്ടൻ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സ്വഭാവം? സന്തോഷമായില്ലടി? ഞാൻ പറഞ്ഞതാ, ആ സാർ പച്ചപ്പാവം. എന്നിട്ട് നീ ആ സാർ അങ്ങനെയാണ് എങ്ങനെയാണ്? പിന്നെ എനിക്ക് ഈ സാറിൻ്റെ മോരേട്ടൻ എന്ന് വിളിക്കാൻ പറ്റുമോ? നിൻ്റെ ഒരു മോരേട്ടൻ. ആടി, എൻ്റെ ഫയൽസ് ഒക്കെ കറക്റ്റായി. സന്തോഷത്തെ കൊണ്ട് എനിക്ക് തുള്ളിച്ചാടാൻ തോന്നുന്നു. എന്ത് ചെയ്യാനാ, ഇത് ഓഫീസല്ലേ, വീടല്ലല്ലോ. പിന്നെ നീ പറഞ്ഞില്ലേ ആ മോരട്ടൻ, ആളെൻ്റെ മോരട്ടൻ തന്നെയാണ്. നിനക്ക് വേണമെങ്കിൽ മോരട്ടൻ എന്ന് വിളിച്ചാൽ മതി. എൻ്റെ മോരട്ടൻ തന്നെയാണ്. പിന്നെ മോരട്ടൻ എന്ന് വിളിച്ചിട്ട് അത് വലിയ വേറെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല, നിന്നോടല്ല ഞാൻ മനസ്സിലായി തോന്നിക്കണെങ്കിൽ ഞാൻ പോട്ടെന്ന്. ഇവൾക്കെന്താ ഓട്ടായ? ഇവളെന്താ അങ്ങനെ പറഞ്ഞേ? എൻ്റെ മോരട്ടനെ വല്ലതാക്കിണ്ടെങ്കിലെന്ന് എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇനി പണിയെടുക്കുക, അല്ലെങ്കിൽ വേറെന്തെങ്കിലും എനിക്ക് കിട്ടും. വല്ലാണ്ട് ദേഷ്യപ്പെട്ടാൽ പിന്നെ സാറ് പൊട്ടി തെറിക്കും. അതുകൊണ്ടേ ഫയൽസൊക്കെ ചെയ്ത് തീർക്കാം സാറ് തന്നിട്ടുള്ളത്. അതാ നല്ലത്. എടി, നീയല്ലേ പറഞ്ഞേ കോക്കിക്ക് നല്ല 8ന്റെ പണിയായിട്ടുള്ള ബോസിന് കിട്ടിയെന്ന്? നന്നായുള്ളോ. ഇത്തിരി അഹങ്കാരമുള്ളത് അവൾക്ക്. അതുകൊണ്ട് നന്നായിട്ടുള്ളോ അങ്ങനത്തെ ഒരു ബോസിന് കിട്ടിയത്. അഹങ്കാരത്തിൻ്റെ മഹാറാണിയാണല്ലോ അവള്. അതുകൊണ്ട് നന്നായുള്ള എന്നെ കൊഞ്ചിക്കാൻ വരേണ്ട സാധനമില്ലേ? എന്തെങ്കിലും വരാൻ എടോ എന്നിട്ട് എന്നെ പിന്നെ നടക്കും. നന്നായുള്ളോ. എന്ത് ചെയ്യാനാ, എൻ്റെ അനീതി പോയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, നമ്മുടെ അനിയത്തിനെ അങ്ങനെയൊന്നും പറയില്ലേ. എനിക്ക് പണ്ടത്തെ സ്വഭാവം തന്നെയുള്ളൂ. പണ്ട് നമ്മുടെ കൂച്ചി നിന്റെ മിഠായി കൊണ്ടതിനെ നീ കരങ്ങി പൊളിച്ചിട്ട്. നീ ഇപ്പോഴും കുഞ്ഞുകുട്ടിയാണല്ലോ. എന്നോടൊന്നും അങ്ങനെ കാണിക്കില്ലെങ്കിൽ നിന്നോട് അങ്ങനെ കാണിക്കുന്നത് നിന്നോട് അത്ര ഇഷ്ടമുള്ളവരുണ്ട്. ഞാൻ പറഞ്ഞു തന്നത് എന്നോട് ഇഷ്ടമില്ല എന്നല്ല, നിന്റെ കൂടെ കുറച്ച് നേരം കുട്ടികളെ കളിക്കാനാ, അല്ലാണ്ട് വേറൊന്നിനല്ല. മനസ്സിലായി നിനക്ക്? അവളുടെ പുഞ്ചിരി കാണാൻ എന്തൊരു രസ. ആ പുഞ്ചിരി നഷ്ടപ്പെടിപ്പിക്കാനാണ് നീ നടക്കണത്. എനിക്കറിയാടി, നീ എന്നോട് ഇതൊന്നും പറയണ്ട. അവളുടെ ചിരി ഞാൻ ഒരിക്കലും മറക്കില്ലല്ലോ.
ഇത് ഞാനൊരു ഫണ്ണിന് വേണ്ടിയില്ലേടായി ചെയ്യണേ. നീ പൊക്കോ, ഇപ്പോൾ നേരം വൈകാറായി, ഡൽഹി പോകേണ്ടതല്ലേ. അല്ലെങ്കിൽ നേരം വൈകി അവിടെ എത്തിയാൽ പിന്നെ സാറിൻ്റെ ഒന്ന് ചീത്ത വെക്കും. നീ പൊക്കോ വേഗം. ഓ, കാര്യം കഴിഞ്ഞപ്പോ എന്നൊന്നും വേണ്ടല്ലോ നിനക്ക്. ശരി, എന്നാ ഞാൻ പോട്ടെ. സമയമായി പറഞ്ഞാൽ മതി. എന്നാടാ ഞാൻ പോട്ടെ. എനിക്ക് ഒരു ദേഷ്യമില്ലാത്തൊരു ബോസിനെ കിട്ടുന്ന ഈശ്വര. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അയ്യോ എൻ്റെ ഒരു വിധി. ദൈവമേ കാത്തോമേ. May I come in, sir? യെസ്, കം ഇൻ. യുവർ നെയിം ഇസ് ദേവിക.